Good morning, all. എല്ലാവരും ലേറ്റ് ആയിട്ടാണോ കയറുന്നത്? ഓക്കെ, നമുക്ക് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് പേര് കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസം എടുത്തതൊക്കെ ഒന്ന് വായിച്ച് നോക്കിയോ? എന്തെങ്കിലൊക്കെ ഡൗട്ടുകളുണ്ടോ? നമ്മള് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ പലതരത്തിലുള്ള ബെനിഫിഷ്യനെ കുറിച്ചിട്ട് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ഇൻകം റിലേറ്റ് ചെയ്തിട്ടുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജ്, അങ്ങനെ പലതരത്തിലുള്ള പാക്കേജുകളെ കുറിച്ചിട്ടൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നമ്മള് എവിടം വരെയാണ് അടുത്ത് നിർത്തിയത്? വെൽഫെയർ ആൻഡ് റിക്രിയേഷണൽ ഫെസിലിറ്റീസ് കംപ്ലീറ്റ് ആയോ? ഇല്ലല്ലോ. ഏത് പോയിന്റ് വരെയാണ് ഡിസ്കസ് ചെയ്തത്? അയച്ചു നോക്കാറുണ്ടോ? ഏത് പോയിന്റ് വരെയാ? എംപ്ലോയി കൗൺസിലിംഗ് വരെയല്ലേ ഡിസ്കസ് ചെയ്തത്? ആണോ? ആരും ഓർക്കുന്നില്ല? കേൾക്കാൻ പറ്റുന്നില്ലേ? ഓ, എവിടം വരെയാ നമ്മൾ ഡിസ്കസ് ചെയ്തത്? എംപ്ലോയി കൗൺസിലിംഗ് വരെയാണ് ഡിസ്കസ് ചെയ്തത് അല്ലെ? നമുക്കറിയാം വെൽഫെയർ, ക്ഷേമ വിനോദപരമായിട്ടുള്ള കുറച്ച് ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ? വെൽഫെയർ ആൻഡ് റിക്രിയേഷണൽ ഫെസിലിറ്റീസ്, എംപ്ലോയിയുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിനോദ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉള്ള ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. അതില് എന്താണ് എഫ് അല്ലെ? അവിടെ എഫ് പോയിന്റ് എംപ്ലോയി കൗൺസിലിംഗ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. കണ്ടിന്യൂ ചെയ്തോട്ടെ? ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ അതുവരേക്കും?
നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കേളേ അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്? എംപ്ലോയി കൗൺസിലിംഗ് നമ്മൾ കണ്ടു. ഇനി ലീഗൽ അസിസ്റ്റൻസ്. എന്താണ് ലീഗൽ അസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ? അതായത് തൊഴിലാളികൾക്ക് ചില നിയമപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നു. വലിയ വലിയ കമ്പനിയൊക്കെ ആകുമ്പോൾ നമുക്കറിയാം കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അതെല്ലാം എല്ലാ എംപ്ലോയീസിനും നല്ല അവയർനെസ് ഉണ്ടാവണമെന്നില്ല അല്ലെ? എല്ലാത്തിനെ കുറിച്ചിട്ടും നല്ല അറിവൊക്കെ ഉണ്ടാവണമെന്നില്ല. കേസ് നമുക്കറിയാം ഒരു ലീഗലായിട്ടുള്ള നിയമ നടപടികൾക്കൊക്കെ ഒരു ലീഗലായിട്ടുള്ള ഒരു സപ്പോർട്ടീവ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് കമ്പനി അത്തരത്തിലുള്ള സർവീസും പ്രദാനം ചെയ്യുന്നുണ്ട്. അപ്പം organizations provide legal assistance to employees. So lawyers are employed by the organization by hiring the services of external lawyers. Okay, നമുക്കറിയാം നല്ല കഴിവിട്ട അല്ലെ വക്കീലന്മാരുടെ സേവനം അത് തീർച്ചയായിട്ടും എംപ്ലോയീസിന് വിവരങ്ങൾ എനിക്ക് അടിസ്ഥാനപരമായിട്ട് എന്തെങ്കിലുമൊക്കെ നോളജ് വേണമെങ്കിൽ അത് കൊടുക്കുന്നതിനൊക്കെ അത്തരത്തിലുള്ള ഒരു സേവനങ്ങൾ കൂടി ഈ കമ്പനി തന്നെ അവിടെയുള്ള എംപ്ലോയീസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. തീർച്ചയായും ചിലപ്പോൾ മിതമായ അല്ലെ അവരുടെ എക്സ്പെൻസ് നേടിയെടുക്കുന്നുണ്ടാവാം. എനിവേ അത്തരത്തിലുള്ള ഒരു സൗകര്യം അത് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ലഭ്യമാക്കി കൊടുക്കുന്നതാണ് ലീഗൽ അസിസ്റ്റൻസ്. എല്ലാ ഓർഗനൈസേഷനിലും ഉണ്ടാവുന്നതില്ല. ചില അല്ലെ കമ്പനികളൊക്കെ ഇങ്ങനെയൊരു ഫെസിലിറ്റിയും കൂടി ഓഫർ ചെയ്യുന്നുണ്ട്. ലീഗൽ അസിസ്റ്റൻസ് ഓർഗനൈസേഷൻസ് പ്രൊവൈഡ് ലീഗൽ അസിസ്റ്റൻസ് ടു employees or lawyers employed by the organizations. അല്ലെ അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം നിയമവശങ്ങളൊക്കെ അതിന്റെ റൂൾസും സെക്ഷനും അല്ലെ അവിടെ ആക്റ്റും ഇതെല്ലാം കുറിച്ച് എംപ്ലോയീസിനൊന്നും നിയമപരമായിട്ടുള്ള നോളജ് ഉണ്ടാവണമെന്നില്ല. തീർച്ചയായിട്ടും ഇതിന് ഒരു സപ്പോർട്ടീവ് ആയിട്ട് കൈകാര്യം ചെയ്തതിന് വേണ്ടിയിട്ടാണ് ലോയേഴ്സിന്റെ സേവനം കമ്പനി അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. വീണ്ടും ഹോളിഡേസ് ഹോംസ്. ഹോളിഡേസ് ഹോംസ് എന്ന് പറയുന്നത് some large organizations set up of holiday homes at hilly areas or arranged for contract accommodation in health resorts at organization cost for their employees to unwind, revitalize or just rest and resume their work with recharged zeal and enthusiasm. കേസ് നമുക്ക് ചിലപ്പോ അറിയാം മണ്ഡലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അല്ലെ ചിലപ്പോ വേണമെങ്കിൽ ഒരു ഹോളിഡേ ഒക്കെ കിട്ടിയിട്ടാണ് ഞാൻ ചെയ്ത് ചിലപ്പോ വേണമെങ്കിൽ ഒരു ഹോളിഡേ ഒക്കെ കിട്ടിയിട്ടാണ് അത് എന്താ പറയാ നാട്ടിൽ നിന്ന് വീട്ടിലേക്ക് എത്തി തിരിച്ചു പോകുമ്പോ നമുക്കറിയാം അവിടെ ആ ഒരു ബുദ്ധിമുട്ട്. അതായത് അത്രയും ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ വന്ന് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈം പോലും കിട്ടില്ല. തിരിച്ചു തന്നെ അല്ലെ തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ വരും. ചിലപ്പോ നൈറ്റിൽ യാത്ര ചെയ്ത് വെളുപ്പിന് അല്ലെ ആ ഒരു ഡേ മുഴുവൻ എന്താ പറയാ യാത്രയിൽ തന്നെ യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെ വരാനുള്ള സാധ്യത. അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം? അങ്ങനെയുള്ള സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും വീട്ടിൽ വന്ന് പോകുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായതുകൊണ്ട് അവർക്ക് എവിടെയെങ്കിലും ആ ഒരു വൺ ഡേ അല്ലെ ഒരു ഫുൾ റെസ്റ്റ് നല്ലൊരു കാമൻഫായിട്ടായ അന്തരീക്ഷത്തിലൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യം അതും കമ്പനി എംപ്ലോയീസിന് വേണ്ടി ഏർപ്പെടുത്തി കൊടുക്കുന്നതാണ് ഇതിൽ എടുത്തു പറയുന്നത്. അതായത് some large organizations set up of holidays homes at hilly areas or arrange for contract accommodation in health. കേസ് ഹിൽ ഏരിയാസിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് താഴെ വന്ന് അവരുടെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു പോകാന്ന് പറയുന്നത് റിസ്ക്കാണ് അല്ലെ. അപ്പൊ അവർക്ക് വരുന്ന ഹോളിഡേയ്സുകളിലൊക്കെ എന്താണ് അവർക്ക് റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സൗകര്യം അതായത് അക്കോമഡേഷൻ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുകയും വേണം. പുള്ളി റെസ്റ്റ് കിട്ടുന്ന ഒരവസ്ഥ അത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കമ്പനികളുടെ എംപ്ലോയർമാരുടെ പ്രധാനമായിട്ടും ഈ ഒരു ഓഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. then എന്താണ് their employees to unwind, revitalize or just rest and resume their work with recharged zeal and enthusiasm. ഒരു ദിവസമൊക്കെ നമുക്ക് അറിയാം റെസ്റ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് അല്ലെ അത്യാവശ്യം ഉറങ്ങയൊക്കെ ചെയ്ത് നല്ല കാമായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നല്ലൊരു അന്തരീക്ഷത്തിലൊക്കെ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എന്തായിരിക്കും നമുക്ക് നല്ല ദക്ഷതയോടും ഉത്സാഹത്തോടും കൂടിയും വർക്ക് ചെയ്യാനുള്ള ഒരു എനർജി കിട്ടും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള സൗകര്യങ്ങളും തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് തൊഴിലാളികളുടെ ഈ ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കിയിട്ട് കേസ് ഹോളിഡേ കിട്ടിയാൽ അവർ വീട്ടിൽ വന്ന് പോകാനായിട്ടുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് അതിന് വേണ്ടിയിട്ട് അവർക്ക് കുറച്ചും കൂടി നല്ല ഒരു എൻജോയബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് തൊഴിലുടമ ശ്രദ്ധിക്കുന്നു. അത്തരത്തിലുള്ള പാക്കേജാണ് ഹോളിഡേ ഹോംസ്. ഓക്കെ, ക്ലിയർ അല്ലേ? ലീഗൽ അസിസ്റ്റൻസ്, ഹോളിഡേ ഹോംസ്. ഓക്കെ, അപ്പോ നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്.
ഇതും നമുക്കറിയാവുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ അല്ലെ. അകലം വരുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ എന്താ പറയാ കൂടുതൽ തിരക്കേറിയ റൂട്ടൊക്കെ ആണെങ്കിൽ നമുക്കറിയാം പല പല ബസ്സുകളൊക്കെ മാറിക്കേറി പോവുക എന്ന് പറയുന്നത് റിസ്ക് പിടിച്ച കാര്യമാണ് അല്ലെ. അപ്പൊ അതിനായിട്ട് എന്താ ചെയ്യുന്നത്? ഓർഗനൈസേഷൻസ് പ്രൊവൈഡ് പിക്ക് ആൻഡ് ഡ്രോപ്പ് ഫെസിലിറ്റീസ് ടു those employees who are not staying in the quarters of the organization. ഓർഗനൈസേഷന്റെ തന്നെ ക്വാർട്ടേഴ്സിലൊന്നും സ്റ്റേ ചെയ്യാത്ത എംപ്ലോയീസ് ആണ് എങ്കിൽ അവരെ വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ നിയറസ്റ്റ് ആയിട്ടുള്ള സ്റ്റേഷനിലെല്ലാം അവരെ പിക്ക് ചെയ്യുകയും തിരിച്ച് ഡ്യൂട്ടി സമയമൊക്കെ കഴിയുമ്പോൾ തിരിച്ചു കൂടെ എത്തിക്കുകയും ചെയ്യുന്ന ഒരു ട്രാവലിംഗ് സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്നത് അല്ലെ. ആ ഒരു ഫെസിലിറ്റി, ആ ഒരു സൗകര്യം എംപ്ലോയീസിന് വേണ്ടിയിട്ട് പ്രദാനം ചെയ്തു കൊടുക്കുന്ന ഒരു ബെനിഫിഷ്യൽ പാക്കേജ് ആണ്. ദിസ് ഇംപ്രൂവ്സ് പങ്ക്ച്വാലിറ്റി ആൻഡ് റെഡ്യൂസസ് സ്ട്രെസ് അമംഗ് എംപ്ലോയീസ്. ഇങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത? അവരുടെ അല്ലെ അവർക്ക് സ്ട്രെസ് ഒന്നും കൂടാതെ അതൊക്കെ ഒന്ന് കുറച്ച് റിഡ്യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇൻകേസ് വണ്ടി കിട്ടുമോ, നമുക്ക് നേരത്തെ എത്താൻ പറ്റുമോ എന്നുള്ള ഒരു ആവലാതി അല്ലെ, അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യാതെ അവർക്ക് വരാനും പങ്ക്ച്വലായിട്ട് കൃത്യസമയത്ത് തന്നെ ഓഫീസിലെത്തി വർക്ക് ചെയ്യാനൊക്കെ ആയിട്ടുള്ള സാധ്യതകൾ അവിടെ ഒരുക്കി കൊടുക്കുന്നു. ചിലപ്പോഴെങ്കിലും എന്താ പറയാ ചെറിയ രീതിയിൽ ഇങ്ങനെ സൂചിപ്പിക്കാറുണ്ട്, ഇൻ കേസ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് കൊണ്ട് അവർക്ക് എന്താണ് ഇംപ്രൂവ് ചെയ്ത് കൊടുക്കുന്നത്, എന്താണ് പങ്ക്ച്വാലിറ്റി ആൻഡ് റെഡ്യൂസ് സ്ട്രെസ് എന്ന എംപ്ലോയീസ്. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിക്രിയേഷൻ അല്ലെങ്കിൽ എന്താണ് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ എന്തെങ്കിലും റിക്രിയേഷണൽ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഇതിപ്പോ നമ്മൾ പറഞ്ഞു പോകുന്ന ഏതെങ്കിലും ഒരു ഇത് തന്നു കഴിയുമ്പോൾ അത് ഏത് തരത്തിലുള്ള ആനുകൂല്യമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിനോദത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ വിനോദത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആനുകൂല്യമാണ് എന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. അപ്പൊ ഇതൊക്കെ എന്താണ്? റിക്രിയേഷണൽ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ആണ് അല്ലെ, ഒരേ ഇതുകൾ അല്ലെങ്കിൽ വെൽഫെയർ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ആണ്. അപ്പൊ ഏതാണെന്നുള്ളത് ഓർത്ത് വെച്ച് തന്നെ നമ്മളത് പ്രദാനം ചെയ്യാനായിട്ട് അത് മനസ്സിലാക്കി പോകാനായിട്ട് ശ്രദ്ധിക്കാം. എന്താണ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്? എംപ്ലോയിയുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ്. ഹോളിഡേസ് ഹോംസ് പറഞ്ഞു. വെൽഫെയർ സെക്ഷൻസ്, ഈ മറ്റൊരു പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് വെൽഫെയർ സെക്ഷനെ കുറിച്ചിട്ടാണ്. Some organizations establish welfare sections or departments managed by welfare officers to look into matters related to welfare benefits so as to enable effective implementation of welfare schemes initiated by the organization. അതായത് നമുക്കറിയാം പലതരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ എംപ്ലോയീസിന്റെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല നമുക്കറിയാം അത് എഫക്റ്റീവ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്താലാണ് അല്ലെ, നടപ്പാക്കുന്ന രീതിയിൽ നടപ്പാക്കിക്കൊണ്ട് പോയാൽ മാത്രമാണ് ആ സ്കീം എന്താണ് പ്രാബല്യത്തിൽ വരുന്നത്. ജസ്റ്റ് ഒന്ന് ഡിസിഷൻ എടുത്താൽ മാത്രം പോരാ, അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്ന് നടപ്പാക്കി പോകണം. എങ്കിലാണ് എംപ്ലോയീസിന് അതിൻ്റെതായിട്ടുള്ള ഗുണം അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. This is one point of contact based and hence employees do not have to run from a pillar to post to solve any of their welfare related problems. അതായത് ഇൻ കേസ് നമുക്കറിയാം എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും അത് എഫക്റ്റീവായിട്ട് നടപ്പാക്കി കിട്ടും. ഇൻ കേസ് അങ്ങനെ ഒരു ആനുകൂല്യം നമുക്കിപ്പോ ഒരു വലിയ കമ്പനിക്ക് ആവുമ്പോൾ ചില എംപ്ലോയീസിന് കിട്ടുന്നു, ചില എംപ്ലോയീസിന് കിട്ടുന്നില്ല. അങ്ങനെയൊക്കെയുള്ള മാറ്റേഴ്സ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അത് ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള സെക്ഷനും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. അവരുടെ പ്രോബ്ലം എന്താണോ, അവർക്ക് എന്താണ് അർഹതപ്പെട്ടത് ലഭ്യമാക്കാത്തത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്ത് അവർക്ക് എംപ്ലോയീസിന് അർഹതപ്പെട്ട വെൽഫെയർ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വിങ് ആയിട്ട് ഓർഗനൈസേഷൻ എംപ്ലോയർ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഫെസിലിറ്റി ഒരുക്കുന്നു. ഓക്കെ, അതാണ് വെൽഫെയർ സെക്ഷൻ. ഓക്കെ, പിക്നിക്സ് ആൻഡ് പാർട്ടീസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. മറ്റൊരു വിനോദ അല്ലെ റിക്രിയേഷണൽ ആയിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണ് വിനോദ പരിപാടികൾ അല്ലെങ്കിൽ പാർട്ടി സംഘടിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് അവരെ സ്ട്രെസ് ഒക്കെ കുറഞ്ഞ് ഓർഗനൈസേഷനിൽ നല്ല എൻജോയബിൾ ആക്കി അല്ലെ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ എല്ലാവരൊക്കെ ആയിട്ട് നല്ല ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തി നല്ല രീതിയിൽ നല്ല കോപ്പറേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. Twice in a year, organizations arrange staff picnics or celebrate the birthday parties of employees, festival days, or celebrate the milestone achieved by the organization. Okay, നമുക്കറിയാം മിക്കവാറും കമ്പനികളിൽ ചെറിയ ചെറിയ സ്ഥാപനങ്ങളിൽ പോലും അല്ലെ നമ്മളിപ്പോ ഈ ഇത്തരത്തിലുള്ള ഒക്കേഷൻസ് ഒക്കെ വരുമ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് അല്ലെ.
എന്താണ് ഓണം സെലിബ്രേഷൻ ആണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും എന്താണെങ്കിലും ഫെസ്റ്റിവൽ ആയിട്ടുള്ള എല്ലാ സീസണുകളിലൊക്കെ നമുക്കറിയാം അവിടെ ഒരു പാർട്ടി സംഘടിപ്പിച്ച് അല്ലെങ്കിൽ ഒരു എല്ലാവർക്കും അവിടെയുള്ള സഹപ്രവർത്തകർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അറേഞ്ച്മെന്റ്സ് സൃഷ്ടിക്കും. അതേപോലെ തന്നെ നമുക്കറിയാം പിക്നിക്സുകൾ അല്ലെ, ഒരു വർഷത്തില് 1-2 പ്രാവശ്യമൊക്കെ പോകുന്നത് കുറവായിരിക്കും എങ്കിലും വൺ ടൈം എങ്കിലും കമ്പനികളൊക്കെ മിക്കപ്പോഴും അവിടെയുള്ള എംപ്ലോയീസിനൊക്കെ കൊണ്ട് യാത്ര പോവാറുണ്ട് അല്ലെ. മിക്കവാറും അത് എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ള വെൽഫെയർ ആയിട്ട് അല്ലെങ്കിൽ റിക്രിയേഷണൽ ആയിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ്. തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് റിസ്ക് എടുത്ത് കൈകാര്യം ചെയ്യുന്നത്. ചില സ്ഥാപനങ്ങളിലൊക്കെ ചിലപ്പോൾ അല്ലെ ചെറിയൊരു കോൺട്രിബ്യൂഷൻ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് മേടിക്കാറുണ്ട്. പക്ഷെ മോസ്റ്റ്ലി നമുക്കറിയാം തൊഴിലാളികളുടെ അല്ലെ കോൺട്രിബ്യൂഷൻ ഇല്ലാതെ തന്നെ മിക്കവാറും സ്ഥാപനങ്ങളൊക്കെ എന്താണ് തൊഴിലാളികളെ കൊണ്ട് പിക്നിക്സ് ഒക്കെ സംഘടിപ്പിക്കാറുണ്ട്. Then picnics and parties promote coordination, cooperation and bonding among employees. Okay, പിക്നിക് കൊണ്ട് നമുക്കറിയാം പല നേട്ടങ്ങളൊക്കെ ഉണ്ട് അല്ലെ. പിക്നിക് വരുന്ന പോകുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്ട്രെസ് ഒന്നും ഇല്ലാത്തൊരു അന്തരീക്ഷത്തിലാണ് യാത്ര ചെയ്യുന്നത്. ആ ടൈമിലൊക്കെ എന്താണ് നമുക്കറിയാം എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കാൻ അല്ലെ, കോർഡിനേഷനോട് കൂടിയിട്ട് പോകാനായിട്ട് സാധിക്കുന്നു. നല്ല സഹകരണത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ വർക്കേഴ്സ് ഒക്കെ തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ഒക്കെ ആയിട്ട് ഒരു നല്ല ബന്ധം സ്ഥാപിക്കാനൊക്കെ ആയിട്ട് പിക്നിക് കൊണ്ട് സാധിക്കുന്നു. തീർച്ചയായിട്ടും തൊഴിലുടമയ്ക്കും ഗുണകരമാണ്. അതോടൊപ്പം തന്നെ എംപ്ലോയീസിനും ഹാപ്പി ആകാനായിട്ടുള്ള ഒരു അവസരമാണ് അവിടെ പ്രദാനം ചെയ്യുന്നത്. ാണോ വെൽഫെയർ സെക്ഷൻസ്, പിക്നിക്സ് ആൻഡ് പാർട്ടീസ്. ഓക്കെ, ഇപ്പൊ വെൽഫെയർ സെക്ഷൻസ് ഒക്കെ അല്ലെങ്കിൽ പിക്നിക്സ് ആൻഡ് പാർട്ടീസ് ഒക്കെ വരുമ്പോൾ അതുകൊണ്ട് ഉണ്ടാവുന്ന ഒരു ഗുണങ്ങൾ അച്ചീവ്മെന്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവാ. പ്രൊമോട്ട് കോർഡിനേഷൻ, കോർപ്പറേഷൻ ആൻഡ് ബോണ്ടിങ് എമംഗ് ദെയർ എംപ്ലോയീസ്. സെലിബ്രേറ്റ് മൈൽസ്റ്റോൺ അച്ചീവ്ഡ് ബൈ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? എന്തെങ്കിലും ഓർഗനൈസേഷനിൽ താമസിച്ചൊക്കെ അച്ചീവ് ചെയ്യുമ്പോൾ അല്ലെ, ഒരു നാഴികക്കല്ലായിട്ട് എന്തെങ്കിലുമൊക്കെ വിജയങ്ങളൊക്കെ നേടിയെടുക്കുമ്പോൾ അത് അവർ ആഘോഷിക്കും അല്ലെ. അപ്പൊ കമ്പനികൾ എന്തെങ്കിലും ചിലപ്പോ ചില കാര്യങ്ങളിലൊക്കെ നമുക്കറിയാം എന്തെങ്കിലും നോക്കിയിരിക്കുക എന്ന് പറയാം അല്ലെ, എല്ലാം ആഘോഷപ്രദമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ. ചില എന്താ പറയുന്ന തൊഴിലുടമകൾ ഒന്നിനും എന്താ പറയുന്ന ഒരു താല്പര്യമില്ലാതെ എംപ്ലോയീസിനെ കൊണ്ട് ഡ്യൂട്ടി ചെയ്യാൻ തന്നെ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ആ കമ്പനി നഷ്ടത്തിൽ പോകും. കാരണം എന്താണ് എംപ്ലോയീസ് ഹാപ്പി അല്ലാത്തൊരു സിറ്റുവേഷൻസ് അറേഞ്ച് ചെയ്ത് കൊടുത്ത് അവര് സ്ട്രെസ്സോട് കൂടിയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അവര് നല്ല എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പര്യാപ്തമല്ലാതായിട്ട് വരും. സോ തീർച്ചയായിട്ടും മിക്കവാറും സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇന്ന് നോക്കിയത് ലീഗൽ അസിസ്റ്റൻസ്, നിയമപരമായിട്ടുള്ള ഒരു ഹെൽപ്പ്, ദെൻ ഹോളിഡേ ഹോംസ്, അതായത് എന്തെങ്കിലും ഒരു ഇടയ്ക്കുള്ള ഒഴിവുകളിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൽ നിന്നും എന്താ അവർക്ക് എനർജി കിട്ടുന്ന അല്ലെ, റീചാർജ്, സീൽ ആൻഡ് എന്തൂസിയാസം, അതായത് തീഷ്ണതയോടുകൂടി ഉത്സാഹത്തോടു കൂടി വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു റീചാർജ്, ഒരു റെസ്റ്റിംഗ് കഴിയുമ്പോഴുണ്ടാകുന്ന ഒരു ഉത്സാഹം അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നു. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോഴും നമുക്കറിയാം അത് വോളണ്ടറി ആയിട്ട് ലഭ്യമാക്കുന്നതാണ് അല്ലെ. തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് സ്വമേധയെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അവരുടെ കുടുംബത്തിലോ കണ്ടറിഞ്ഞ് അവരെ പിക്ക് ചെയ്ത് അവരെ കൃത്യമായിട്ടുള്ള സമയത്ത് തന്നെ ഡ്യൂട്ടിയിൽ പ്രവേശിച്ച് തിരിച്ച് അവരെ കൊണ്ടാക്കുന്നു അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം പങ്ക്ച്വാലിറ്റി ആൻഡ് റെഡ്യൂസ് സ്ട്രെസ് അമംഗ് എംപ്ലോയീസ്, അതുകൊണ്ട് നേട്ടമുണ്ട്. ദെൻ വെൽഫെയർ സെക്ഷൻസിലും നമ്മൾ കണ്ടു അല്ലെ, അവിടെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു സൊല്യൂഷൻസ് അതിനുള്ള ആ ഒരു സാഹചര്യം കൂടി ഒരുക്കി കൊടുക്കുന്നു. ദെൻ പിക്നിക്സ് ആൻഡ് പാർട്ടീസിന് നമുക്കറിയാം അല്ലെ, അവിടെ കോർഡിനേഷൻ, കോർപ്പറേഷൻ ആൻഡ് ബോണ്ടിങ് എമംഗ് എംപ്ലോയീസ്, നല്ലൊരു ബന്ധമൊക്കെ സ്ഥാപിച്ചിരിക്കാനുള്ള അവസരങ്ങളാണ് അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. മിസ്ലേനിയസിലേക്ക് പോവാം. ലാസ്റ്റ് വണ്ണം മിസ്ലേനിയസിലെ എന്താ പറയുന്നത്, സ്മോൾ gestures of expression of warmth and good intentions have profound effects അല്ലെ. അവിടെ നമുക്ക് ഓർഗനൈസേഷൻസ് സെറ്റപ്പ് ഫെസിലിറ്റീസ് ലൈക്ക് ക്ലബ്സ്, ജിംനേഷ്യം and community centers organize sports activities with award, offer a gift during festivals and birthdays, and grant leave level concessions. Okay, നമുക്കറിയാം പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഒരു കമ്പനി ആവുമ്പോൾ ചില കാര്യം കുറെ ഓഫറുകൾ ഉണ്ടാവും അല്ലെ. ചില ഓഫറുകൾ ചില കമ്പനികളിൽ മാത്രം ഉണ്ടാവാനും സാധ്യതകളുണ്ട് അല്ലെ. ഇപ്പൊ അവിടെ ചിലപ്പോ ക്ലബും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, വ്യത്യസ്ത ക്ലബുകളും അവരുടെ പാർട്ടീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ജിംനേഷ്യം അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവാം, കമ്മ്യൂണിറ്റി സെന്റർ അല്ലെ. അവിടെ ഇപ്പോ ആ സമയത്ത് ചില സമയങ്ങളിലൊക്കെ പ്രോഗ്രാംസുകളൊക്കെ സംഘടിപ്പിക്കും.
ഓർഗനൈസ് സ്പോർട്സ് ആക്ടിവിറ്റീസ് വിത്ത് അവാർഡ്സ് അല്ലെ, എന്തെങ്കിലുമൊക്കെ സീസണലായിട്ട് സ്പോർട്സും കാര്യങ്ങളും അതിനൊക്കെ അവാർഡ്സ് പ്രഖ്യാപിക്കും. അപ്പൊ അവിടെ ഒരു നല്ല ഒരു എന്താ പറയാ നല്ലൊരു താല്പര്യത്തോടു കൂടിയിട്ട് ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ പല ആക്ടിവിറ്റീസും കൂടി ചെയ്യാനുള്ള അവസരം ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ ഒരു ഓർഗനൈസേഷനിൽ എന്താണ് അവിടെ വന്നു പോകാൻ തന്നെ എംപ്ലോയീസ് താല്പര്യം പ്രകടിപ്പിക്കും. കാരണം എന്താണ്, ജോലി മാത്രമല്ല അവിടെ മെന്റലി ഫിസിക്കലിയൊക്കെ അവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ ഗിഫ്റ്റ് ഡ്യൂറിങ് ഫെസ്റ്റിവൽസ് ആൻഡ് ബർത്ത്ഡേകളും അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ക്രിസ്മസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഗിഫ്റ്റ് എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഓക്കെ, നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പോട് കൂടിയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള അതറായിട്ടുള്ള ആക്ടിവിറ്റീസും തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ഇതെല്ലാം തന്നെ നമുക്കറിയാം വെൽഫെയർ ആൻഡ് റിക്രിയേഷണൽ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ആണ്. ഏതെങ്കിലും ഒരു പോയിന്റ് ചോദിച്ചിട്ട് ഇത് ഏത് തരത്തിലുള്ള ഫെസിലിറ്റീസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്ത് വെക്കണം, അതേതാണ് വെൽഫെയർ ആൻഡ് അല്ലെ എംപ്ലോയിയുടെ ക്ഷേമത്തിന് അല്ലെങ്കിൽ വിനോദ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഒരു ഫെസിലിറ്റിയാണ്. സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് അല്ലേ? ചെറുതായിട്ടൊക്കെ ഞാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞൊക്കെ നോട്ട് ചെയ്തില്ലേ? നമുക്ക് നോക്കേണ്ടതുണ്ടോ? അടുത്ത ഭാഗത്തേക്ക് പോകാം. എന്താണ് ഓൾഡ് ഏജ് ആൻഡ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്. എംപ്ലോയിയുടെ നമ്മൾ പലതരത്തിലുള്ള ബെനിഫിഷ്യൽ കാര്യങ്ങൾ കണ്ടു. എംപ്ലോയിയുടെ ഇൻകം സെക്യൂരിറ്റിയും ജോബ് സെക്യൂരിറ്റിയും അതേപോലെ അല്ലെ അവരുടെ ഫിസിക്കലിയൊക്കെ ഹാപ്പി ആക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനി മറ്റൊരു കാര്യം പറയുന്നത് ഓൾഡ് ഏജ് ആൻഡ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്. എംപ്ലോയി ഇൻ കേസ് അല്ലെ അവരുടെ ഏജ് ഓവറൊക്കെ കഴിയുമ്പോഴും തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ നല്ല ഒരു സമയത്ത് നമ്മൾ അധ്വാനിക്കുന്നവര് തീർച്ചയായിട്ടും എന്താണ് പിന്നീട് അല്ലെ വർഷങ്ങൾക്ക് ശേഷം നമുക്കൊരു കരുതൽ വേണമെന്ന് താല്പര്യം ഉണ്ടാവാം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടും തീർച്ചയായിട്ടും എംപ്ലോയീസ് തൊഴിലുടമ എംപ്ലോയീസിന്റെ ആ ഒരു ടൈമിന് വേണ്ടിയിട്ടും കരുതലുകൾ ഏർപ്പെടുത്തുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. ഓൾഡ് ഏജ് ആൻഡ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്. അതായത് ഏജ് ഓവറായി റിട്ടയർ ചെയ്തതിനു ശേഷം എന്തെങ്കിലും ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. These benefits are given to employees to provide a financial stability to the employees during old age, especially after retirement. Okay, നമ്മള് ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം ഏജ് ഓൾഡ് ഏജ് ആകുമ്പോഴേ പ്രായമൊക്കെ ആകുമ്പോൾ പ്രായാധിക്യത്തിലേക്കൊക്കെ വരുമ്പോൾ അവിടെ നമുക്കറിയാം ഒരു സാമ്പത്തികമായിട്ടുള്ള സ്റ്റെബിലിറ്റി അവിടെ നമുക്കറിയാം ആ കാലഘട്ടത്തിലും ജീവിക്കണം അല്ലെ. ഏജ് ഓവർ കഴിയുമ്പോഴായിരിക്കും നമുക്കില്ലാത്ത അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകൾ വരുന്നത് അല്ലെ. അപ്പൊ ആ ടൈമില് നമുക്കറിയാം ഫിനാൻസിന് ആവശ്യം അപ്പോഴും ഉണ്ട്. നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഫുഡും കാര്യങ്ങളൊക്കെ വേണമെങ്കിലൊക്കെ നമുക്കറിയാം ഫിനാൻസോട് ആവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. അപ്പൊ ജോലിയുള്ള സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു എക്സ്പെൻസ് തന്നെ ജോലിക്ക് ശേഷവും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെ അതിനൊരു കരുതല് ആവശ്യമാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഡ്യൂറിങ് ഓൾഡ് ഏജ് എസ്പെഷ്യലി ആഫ്റ്റർ റിട്ടയർമെന്റ് ടൈമുകളിൽ അവിടെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള എംപ്ലോയീസിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ഫോളോയിങ് സച്ച് ബെനിഫിറ്റ്സ് അവൈലബിൾ ടു എംപ്ലോയീസ്. താഴെ പറയുന്ന ആനുകൂല്യങ്ങളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്സ് EPFS. ഓക്കെ, ആ പ്രിവേഷൻസ് ഒക്കെ നോട്ട് ചെയ്ത് പോവുക. EPFS എന്ന് പറയുമ്പോൾ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്. Okay, in order to make it legally required for organizations to follow certain guidelines with regard to old age and retirement benefits, the Employees Provident Fund Act was passed in 1952. Okay, മിക്കവാറും ലീഗലി അവിടെ നിയമപരമായിട്ട് തന്നെ മിക്കവാറും വലിയ വലിയ അത്യാവശ്യം ഓർഗനൈസേഷൻ കമ്പനിയൊക്കെ ആണെങ്കിൽ അവിടെ എന്താണ് ലീഗലി നിയമപരമായിട്ട് തന്നെ എംപ്ലോയീസിന് PF ആനുകൂല്യങ്ങൾ ലഭ്യമാക്കേണ്ടതാണ്. ആക്ട് പാസ് ചെയ്ത വർഷമൊക്കെ നോട്ട് ചെയ്ത് പോവുക. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് വാസ് പാസ്ഡ് ഇൻ 1952. എപ്പോഴും ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുള്ളതാണ്. ഇയേഴ്സുകളൊക്കെ മാറിപ്പോവാതെ തന്നെ പഠിക്കാം. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് വാസ് പാസ്ഡ് ഇൻ എന്നാണ് പാസ് ചെയ്തേക്കുന്നത് ആരംഭിച്ചത്
അത് പാസ്സാക്കിയ വർഷം 1952. ഓക്കെ, EPF എന്ന് പറയുമ്പോൾ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആണ്. അത് പാസ് ചെയ്തിരിക്കുന്ന വർഷം 1952 ആണ്. അത് ഓർത്ത് വെച്ചേക്കുക. This act was made applicable for employees with a monthly pay not exceeding 300 in 6 major industries. Okay. ആദ്യം ഇതിന്റെയൊക്കെ ഒരു ഇത് വന്നത് അല്ലെ, അതിന്റെ ബിഗിനിങ് സ്റ്റാർട്ടിങ് ടൈമുകളിലൊക്കെ ഇതിന്റെ ഒരു ആനുകൂല്യമൊക്കെ ലഭ്യമായി തുടങ്ങിയത് നമുക്കറിയാം. ഒരു അല്ലെ അവിടെ പറയുന്നുണ്ട് നോട്ട് എക്സീഡിങ് 300 ഇൻ 6 മേജർ ഇൻഡസ്ട്രീസ്. ഒരു 6 മേജർ വലിയ കമ്പനികളാണ് ഇതിന്റെ പ്രാബല്യത്തിൽ വന്നത്. ഈ എമൗണ്ടുകൾ, ഇതിൽ പറയുന്ന എമൗണ്ടുകളൊന്നും നമുക്കിപ്പോ ഫോളോ ചെയ്യാൻ പറ്റില്ല, കാരണം അത് ആ ഇയറിൽ അവിടെ വലിയൊരു എമൗണ്ട് ആയിരുന്നു. ഈ ഇയറിൽ നമുക്ക് പറയുമ്പോൾ അറിയാം ഒന്നും അല്ലാത്തൊരു വിലയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എമൗണ്ട് കാറ്റഗറൈസ് ചെയ്തൊന്നും പഠിക്കേണ്ട, പക്ഷെ വർഷങ്ങളൊക്കെ നോട്ട് ചെയ്തേക്കണം, കാരണം അതിന്നും ഫോളോ ചെയ്ത് പോകുന്ന ഒരു PF കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്ത വർഷം എന്ന് പറയുന്നത് 1952 ആണെന്ന് ഓർത്ത് വെച്ചിട്ടുണ്ട്. This act was made applicable to employees with a monthly pay not exceeding 300-നേക്കാളും കൂടുതൽ അല്ലെ, അത് അധികമാകാതെ തന്നെ ഉള്ള മേജർ ആയിട്ടുള്ള ഇൻഡസ്ട്രികളാണ് അതിൽ ആദ്യം തന്നെ പങ്കാളികളായിരിക്കുന്നത്. However, by the end of the year 1981, with the modifications during the intervening period, the act brought under its purview 172 industries or classes of establishments for the benefit of employees with a pay not exceeding 1,000. ഓക്കെ, അപ്പൊ പിന്നീട് നമുക്കറിയാം അത് കുറച്ചും കൂടി വികസനം പ്രാപിച്ചു. ഈ പറഞ്ഞ 6 ഇൻഡസ്ട്രീസിൽ നിന്നും മാറി 1981 ഒക്കെ ആയപ്പോഴേക്കും 172 ഇൻഡസ്ട്രീസ് അതിന്റെ അല്ലെ ആനുകൂല്യങ്ങളെ കൈപ്പറ്റാനൊക്കെ ആയിട്ട് തുടങ്ങി. The Employees Provident Fund Act and Miscellaneous Provident Fund Miscellaneous Provision Act provided for the establishment of a Provident Fund, Family Pension Fund since 1971, and the Deposit Linked Insurance Fund since 1970. ഓക്കെ, പിന്നീട് നമുക്കറിയാം ഈ PF-ന്റെ തന്നെ അതിൽ തന്നെ വരുന്ന ആക്ടുകളാണ് ഇത് നമ്മുടെ പ്രൊവിഡന്റ് ഫണ്ട് മിസ്ലേനിയസ് പ്രൊവിഷൻ ആക്ട് പ്രൊവൈഡഡ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പ്രൊവിഡന്റ് ഫണ്ട് ഫാമിലി പെൻഷൻ ഫണ്ട്. ഫസ്റ്റ് എന്താണ് ഫാമിലി പെൻഷൻ ഫണ്ട് 1971. ദെൻ ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് ഫണ്ട് സിൻസ് 1976. 1976 മുതൽ ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് ഫണ്ട് നിലവിൽ വന്നു. ദെൻ ഫാമിലി പെൻഷൻ ഫണ്ട് ആണെങ്കിൽ 1971 മുതൽ 1971 മുതൽ നിലവിൽ വന്നു. Then under Act 3 schemes have been launched and are operative. Okay, ഇത് മൂന്നും നമുക്കറിയാം. PF-ഉം ഈ പറഞ്ഞ ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് ആണെങ്കിലും ഫാമിലി പെൻഷൻ ഫണ്ട് ആണെങ്കിലും ഇപ്പോഴും നമുക്കറിയാം അല്ലെ അവിടെ ഓപ്പറേറ്റീവ് ആയിട്ട് തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ തന്നെയാണ്. റിട്ടയർമെന്റ് ആയിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ തന്നെയാണ്. All these 3 schemes are administered by the Central Board of the State, consisting of nominees of the central and state government and organizations of workers and employers. തീർച്ചയായിട്ടും ഇത് എല്ലാം തന്നെ നോമിനേറ്റ് ചെയ്ത് പോകുന്നത് അതിന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളത് അല്ലെ. അതിന്റെ ഭരണ നിർവഹണം എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ ട്രസ്റ്റികളാണ്. ആ ട്രസ്റ്റിയിൽ ആരൊക്കെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്? സെൻട്രലിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും പ്രതിനിധികളുണ്ട്. അതേപോലെ തന്നെ ഓർഗനൈസേഷന്റെ വർക്കേഴ്സ് ആൻഡ് എംപ്ലോയേഴ്സ് അല്ലെ, അവിടെ തൊഴിലാളികളുടെ തൊഴിലെടുക്കുന്നവരുടെയൊക്കെ പ്രതിനിധി അതില് നോമിനി ആയിട്ട് ഉണ്ട്. അങ്ങനെയാണ് ആ ഒരു ഇത് അല്ലെ സ്കീം മുന്നോട്ട് പോകുന്നത്. There are various regional and sub-regional offices for the administration of this scheme. ഈ സ്കീമിന് നമുക്കറിയാം പ്രാബല്യത്തിൽ ഉള്ള പ്രാദേശികമായിട്ടുള്ള സംഗതികളൊക്കെ ഉണ്ട് അല്ലെ, അതിൻ്റെതായ ഓഫീസുകളുണ്ട്. നമുക്കറിയാം PF-ഉമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും ഇതുകളൊക്കെ ഉണ്ടെങ്കിൽ ആ നിയറസ്റ്റ് ആയിട്ടുള്ള ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിന്റെ കളക്ഷൻ കാര്യങ്ങളൊക്കെ നടപ്പാക്കി പോകുന്നത്. Then this EPF commission of the Chief Executive Officer of the EPF organization, officiating as a secretary to the board. ഓക്കെ, അപ്പൊ നമുക്കറിയാം അവിടെ സെൻട്രൽ പ്രൊവിഡന്റ് ഫണ്ട് അല്ലെ, അവിടെ സെൻട്രലി ഉള്ള കമ്മീഷണർ ആണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അദ്ദേഹം ഇതില് തന്നെയാണ് കാര്യങ്ങളൊക്കെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പോകുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം സെൻട്രലി ബോർഡാണ്. ആ ബോർഡില് നമുക്കറിയാം നോമിനി ആയിട്ട് സ്റ്റേറ്റിന്റെ നോമിനീസ് ഉണ്ട്. ഏതൊരു ഓർഗനൈസേഷൻ ആണോ ആ ഓർഗനൈസേഷന്റെ തൊഴിലുടമകളുണ്ട്. തൊഴിലാളികളുടെ പ്രതിനിധീകരിച്ചിട്ടുള്ള വ്യക്തികളും അവിടെ നോമിനി ആയിട്ടുണ്ട്.
അവരെ ഒന്നിച്ച് നിന്നാട്ടാണ് ഡിസിഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് 3 സ്കീം ഉണ്ടെന്നുള്ള കാര്യം പഠിക്കാം. അതില് ഇയേഴ്സുകൾ പഠിക്കാം. 1976 ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് ഫണ്ട്, എന്താണ് അവിടെ പ്രൊവിഡന്റ് ഫണ്ട്, എന്താണ് ഫാമിലി പെൻഷൻ ഫണ്ട് 1971. ഓക്കെ, അതെല്ലാം മസ്റ്റ് ആയിട്ട് പഠിച്ചു പോവുക. 1952 ഇതിന്റെ അല്ലെ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് പാസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ജസ്റ്റ് വായിച്ചു നോക്കാം. വീണ്ടും ഡെപ്പോസിറ്റ് പോവാലോ, കണ്ടിന്യൂ ചെയ്ത് പോവാലോ. ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ്, ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ്. The Employees Deposit Linked Insurance Scheme 1976 provide the following benefits. നമുക്കറിയാം ഈ ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീം 1976 എന്തൊക്കെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിന്റെ പ്രധാനമായിട്ട് പ്രതികരിക്കുന്നത് നോക്കാം. On the death of an employee during the service who is a member of EPF, the person eligible to receive the PF accumulations will be paid an extra amount equal to the average balance of in the PF account on the deceased during the preceding 3 years. ഓക്കെ, ഒരു മെച്ചുപോയ ഒരു എംപ്ലോയി ആണ് എങ്കിൽ തീർച്ചയായിട്ടും EPF-ല് അംഗത്വമുള്ള ഒരു എംപ്ലോയി ആണ് എങ്കിൽ എന്താണ് അവര് ഒരു അല്ലെ അവരുടെ മെച്ചുപോയ ഒരു ടൈമിലൊക്കെ അവർക്ക് ഒരു ലംസം എമൗണ്ട് ലഭ്യമാക്കേണ്ടതുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത് എങ്ങനെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? equal to average balance of a PF account of the deceased during the period preceding 3 years. ഒരു മരിച്ചുപോയ തൊട്ട് മുമ്പുള്ള 3 വർഷത്തിന്റെ ആവറേജ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് അവർക്ക് ലഭ്യമാക്കി കൊടുക്കേണ്ടത്, ലംസമായിട്ടുള്ള ഒരു എമൗണ്ട് ആയിട്ട്. If such average balance was not below 1,000 at any time during the said period, 10,000 is the maximum amount of beneficial payable under the scheme. നമുക്കറിയാം ഈ കണക്കുകളൊന്നും ഈ കാലഘട്ടത്തിലെ പ്രാബല്യത്തിൽ വരുന്നതല്ല അല്ലെ, പക്ഷെ ആ കാലഘട്ടത്തില് ഇതിൽ പറയുകയാണ് 1000 അല്ലെ ഒരിക്കലും 1000 രൂപയേക്കാൾ താഴെ ലംസം എമൗണ്ട് ആയിട്ട് കൊടുക്കാൻ പാടില്ല, എന്നാൽ മാക്സിമം 10,000 ആവാനും പാടില്ല. അങ്ങനെയുള്ള ഒരു റൂൾസ് ആണ് അവിടെ വന്നിരിക്കുന്നത്. അതായത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമില് മരിച്ചുപോയ എംപ്ലോയി അദ്ദേഹം EPF-ന്റെ മെമ്പർഷിപ്പ് ഉള്ള എംപ്ലോയി ആണെങ്കിൽ അവിടെ അവർക്ക് എന്താണ് ഒരു ലംസമായിട്ടുള്ള ഒരു എമൗണ്ട് ആനുകൂല്യം അവർക്ക് ലഭ്യമാകണം. അത് മരിച്ചുപോയ ആ ടൈമിന് മുമ്പുള്ള 3 വർഷത്തിന്റെ ആവറേജ് എമൗണ്ട് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് മിനിമം 1,000 എങ്കിലും വേണം, മാക്സിമം 10,000, അതിനേക്കാൾ കൂടുതൽ കൊടുക്കാനും പാടില്ല. തീർച്ചയായിട്ടും ഈ ഒരു എമൗണ്ടിന്റെ ബലമില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. ഒരു ദിവസത്തെ വേതനം തന്നെ ഇതിനേക്കാളും വലുതായിട്ട് കൈവയ്ക്കുന്നവരുണ്ട് അല്ലെ. അപ്പൊ അവിടെ തീർച്ചയായിട്ടും ആ എമൗണ്ടിന്റെ വേരിയേഷൻസ് ഉണ്ട്. പക്ഷെ ഓർത്തു വെക്കുക, എന്താണ് മരിച്ചുപോയിരുന്ന തൊഴിലായിരിക്കുമ്പോൾ മരിച്ചു പോകുന്ന ഒരു എംപ്ലോയി ഉണ്ടെങ്കിൽ അവർക്ക് ലംസമായിട്ടുള്ള ഒരു എമൗണ്ട് EPF-ലെ മെമ്പർഷിപ്പ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് ലഭ്യമാകുന്നതാണ്. And similar to this scheme is a statutory provident fund scheme, which also provides a pension and a group insurance benefits in addition to the provident fund to workers in a plantation. Okay. നമുക്കറിയാം ഇവിടെ മറ്റൊരു എന്ന് പറയുന്ന പ്രൊവിഡന്റ് ഫണ്ട് സ്കീം ഉണ്ട്. അതായത് അതില് പ്രധാനമായിട്ട് നമുക്കറിയാം അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങള് ലഭ്യമാകുന്നുണ്ട്. പക്ഷെ ഇപ്പൊ മറ്റു ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അപ്പുറമാണ് ഇൻ അഡീഷൻ ടു പ്രൊവിഡന്റ് ഫണ്ട് ടു വർക്കേഴ്സിന് അസംബ്ലി പ്ലാന്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ആ ടൈമിലുള്ള ഒരു ഇതാണ് അല്ലെ, തോട്ടം തൊഴിലാളികൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ. അത് ഓരോ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള കുറച്ച് ആനുകൂല്യങ്ങളുണ്ട്. അതിനപ്പുറമാണ് EPF-ല് അംഗത്വം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ലഭ്യമാകുന്ന ആനുകൂല്യങ്ങളും അവർക്ക് എന്താണ് കൃത്യമായ സമയത്ത് കൊടുക്കണമെന്നുള്ളത്. ഓക്കെ, അപ്പൊ നിയമപരമായിട്ടുള്ള ഒരു സ്കീമാണ്
അവിടെ നിയമപരമായിട്ട് തന്നെ അവർക്ക് അർഹിക്കുന്ന ഒരു എമൗണ്ട് ആണ്. വീണ്ടും ഒരു യൂണിക് ഫീച്ചർ ഓഫ് ദിസ് സ്കീം ഈസ് ദ decentralized way in which it administrated at the garden level. തോട്ടം ലെവലിലൊക്കെ ആണെങ്കിൽ അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അത് മേൽനോട്ടം വഹിക്കാനായിട്ട് ചുമതലയുള്ളവരുണ്ട്. In each tea estate, a primary committee with the 2 representatives of the employees and others with the guidance superintendent. Or a manager as a chairman is the empowered to sanction and distribute loans and advance to the members and settle their accounts. അതായത് തോട്ടം തൊഴിലാളികളൊക്കെ ഉള്ള ഒരു കാര്യമൊക്കെ ആണെങ്കിൽ അവിടെ എന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് അവിടെ എന്താണ് പ്രത്യേകമായിട്ടുള്ള കമ്മിറ്റി കൂടാനും അവരുടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് സൂപ്രണ്ടന്റോ അല്ലെങ്കിൽ മാനേജർ ചെയർമാന് അവിടെ ഉണ്ട്. അവരായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ തോട്ടം മേഖലകളിലാണ് എങ്കിൽ അപ്പൊ അവരെന്താണ് കൃത്യമായിട്ട് തന്നെ മരിച്ചുപോയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനെ കുറിച്ചിട്ടൊക്കെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടാണ് അവരൊക്കെ ഫണ്ട് സെറ്റിൽ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അത്രയുള്ളൂ. അപ്പൊ ജസ്റ്റ് നോട്ട് ചെയ്ത് പോവുക. എന്താണ് ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് അതിന്റെ ഇയർ നോട്ട് ചെയ്ത് പോവുക. പിന്നെ അബ്രിവേഷൻ എക്സ്പാൻഡഡ് ഫോം കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. പിന്നെ അമൗണ്ടിൽ ഒക്കെ വേരിയേഷൻസ് ഉണ്ട്, അതുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ നിയമപരമായിട്ടുള്ള ഒരു സ്കീമാണ് നമ്മൾ പറഞ്ഞ EPF എന്നൊക്കെ പറയുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു ബെനിഫിഷ്യൽ പാക്കേജ് ആണ് ഓർത്ത് വെക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. എല്ലാം കൂടി ഇനി ഓരോ ഭാഗങ്ങൾ വ്യത്യസ്തമായിട്ട് വരാൻ തുടങ്ങി അല്ലേ. അടുത്തത് ഇനി ഗ്രാറ്റുവിറ്റി ആണ്. ജസ്റ്റ് വായിച്ചു നോക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ശരിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. എന്താണ് ഗ്രാറ്റുവിറ്റി എന്നുള്ളത് നോക്കാം. ഗ്രാറ്റുവിറ്റി എന്ന് പറയുമ്പോൾ ഗ്രാറ്റുവിറ്റി ഈസ് എ റിവാർഡ് ടു ആൻ എംപ്ലോയി ഫോർ ലോങ് സർവീസ് വിത്ത് ഹിസ് പ്രസന്റ് എംപ്ലോയർ. അതായത് നിലവിലുള്ള തൊഴിലുടമയോട് കൂടിയിട്ട് ഒരുപാട് നാള് അല്ലെ സേവനം അല്ലെ ആ ഒരു തൊഴിലുടമയുടെ കീഴിൽ തന്നെ കുറെ നാള് സേവനം ചെയ്യുകയാണെങ്കിൽ അവർക്ക് ലഭ്യമാകുന്നതാണ് അല്ലെ ഒരു അംഗീകാരം, ഒരുപാട് പാരിതോഷികമൊക്കെയാണ് എന്ന് പറയുന്നത് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. Is the retirement benefit is given to an employee either on a retirement or at the time of a physical disability or to the dependents of the diseased employee. Okay. ഇപ്പോ നമുക്കറിയാം തൊഴിലാളി ജോലിക്കിടയിൽ മരിച്ചു പോകുന്ന ഒരു ഇതാണ് എങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ആശ്രിതർക്കായിരിക്കും. അതല്ലെങ്കിൽ തൊഴിലാളികൾ അല്ലെ ഈ പറഞ്ഞ മാതിരി പോയിട്ടില്ല, അവര് ആക്ച്വലി നല്ല രീതിയിലൊക്കെയാണ്. പക്ഷെ റിട്ടയർമെന്റ് വരുന്ന സമയമായതുകൊണ്ട് അവർ റിട്ടയർ ചെയ്തു പോകുന്നു. അങ്ങനെയുള്ള ടൈമിലാണെങ്കിലും അതല്ല എങ്കിലും
ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ ഫിസിക്കലി അവർക്ക് ഡിസബിലിറ്റി അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള അവസ്ഥകളൊക്കെ വരുമ്പോൾ അവർ ചിലപ്പോൾ വോളണ്ടറി റിട്ടയർ ചെയ്ത് പോകേണ്ട അവസ്ഥ വരാം. സോ അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ ഇത്രയും നാൾ വർക്ക് ചെയ്തു എന്നതിന്റെ പേരിൽ തൊഴിലാളികൾക്ക് നൽകുന്ന ഒരു കോമ്പൻസേഷൻ ആണ്. Then it is payable to an employee on his superannuation or on his retirement or on his death or a disablement due to the accident or a disease. ഓക്കെ, നമുക്കറിയാം എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും ആക്സിഡന്റ് വരുമ്പോൾ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡെത്ത് അതല്ലെങ്കിൽ എന്താണ് അല്ലെ എന്തെങ്കിലുമൊക്കെ റിട്ടയർമെന്റ് ടൈമൊക്കെ ആവുമ്പോൾ അവർക്ക് എന്തായാലും തൊഴിൽ നിന്ന് വിട്ടുപോകേണ്ട അവസ്ഥ വരുന്നു തൊഴിലാളികൾക്ക്. സോ അങ്ങനെയുള്ള ടൈമുകളിലാണ് ഈ ഒരു ആനുകൂല്യം അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നത്. Gratuity is payable to all employees who have rendered a minimum continuous service of 5 years with the present employer. അവിടെ ഒരു കണ്ടീഷനൊക്കെ പറയുന്നുണ്ട്. എന്താണ് തൊഴിലുടമയുടെ കീഴിൽ എത്ര വർഷം വർക്ക് ചെയ്യണമെന്നാ പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട്? Actually, gratuity is payable to an employees who have rendered a minimum 5 years. അല്ലെ, 5 വർഷമെങ്കിലും അത് നോട്ട് ചെയ്ത് പോകേണ്ട കാര്യമാണ്. ഒരു 5 വർഷമെങ്കിലും ആ തൊഴിലുടമയുടെ കീഴിൽ തന്നെയാണ് തൊഴിലാളികൾ വർക്ക് ചെയ്തേക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ആ തൊഴിലാളികൾക്ക് ഗ്രാറ്റുവിറ്റി അർഹതപ്പെടും. കാരണം നമുക്കറിയാം അവരായിട്ട് അത്രയും കമ്മ്യൂണിക്കേഷനും അത്രയും ഒരു അടുപ്പം ഒരു ബന്ധം അവിടെ സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. 5 വർഷമാണ് അവിടെ കൃത്യമായിട്ട് തൊഴിലുടമയുടെ അർഹതമായിട്ട് ചെയ്യേണ്ടത്. It is payable to an employee on his superannuation or on his retirement or on his death or disablement due to the achieved or disease. ഓക്കെ, ഇത് തീർച്ചയായിട്ടും നമുക്കറിയാം റിട്ടയർമെന്റ് ടൈമുകളിലൊക്കെ ആണ് ലഭ്യമാണ്. ഈ കേസ് ഡെത്ത് സംഭവിക്കുമ്പോഴും ഈ പറഞ്ഞ മാത്രമേ തന്നെ എന്തെങ്കിലുമൊക്കെ മാനസികമായിട്ട് ശാരീരികമായിട്ട് അഡ്മിഷനൊക്കെ അല്ലെ ഡോക്ടറിന്റെ കണ്ട് അഡ്മിഷനൊക്കെ എടുക്കുന്ന സമയമൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ ആർക്കപ്പെടുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറയുന്നതാണ് ഗ്രാറ്റുവിറ്റി. ഗ്രാറ്റുവിറ്റി എന്ന് പറയുമ്പോൾ ഓർത്ത് വെച്ചേക്ക് ഒരു 5 വർഷമെങ്കിലും തൊഴിലുടമയുടെ കീഴിൽ വർക്ക് ചെയ്തിട്ടുള്ള എംപ്ലോയി ആണ് എങ്കിൽ ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുള്ളതാണ്. ദെൻ അത് മാത്രമല്ല അവിടെ എന്താണ് തൊഴിലുടമയുടെ കീഴില് വർഷത്തിന്റെ കാര്യത്തിലും മാത്രമല്ല അവര് എന്താണ് മിനിമം കണ്ടിന്യൂസ് ഇയറിന്റെ കാര്യം മാത്രമല്ല അവിടെ ഇൻ കേസ് അവര് റിട്ടയർ ചെയ്ത് കൊടുക്കുക അവരെ തിരിച്ചു വിടുകയാണ്. ഇപ്പൊ 2 വർഷം കഴിഞ്ഞ് കഴിയുമ്പോ അവര് തൊഴിലാളി എന്താണ് റോങ് ആയിട്ടൊക്കെ ചെയ്തുകൊണ്ട് അവരെ തിരിച്ചു വിടാന്ന് വെച്ചോ ചിലപ്പോ അപ്പൊ തൊഴിലുടമ ഗ്രാറ്റുവിറ്റി ആയ തൊഴിലാളിക്ക് ലഭ്യമാക്കി കൊടുക്കുന്നില്ല. ഓക്കെ, അതേസമയം ഒരു 5 വർഷമെങ്കിലും അവരുടെ കൂടെ വർക്ക് ചെയ്ത് റിട്ടയർമെന്റ് ഒക്കെ വന്നു അല്ലെങ്കിൽ ഡിസേബിൾമെന്റ് അല്ലെങ്കിൽ എന്താണ് അവരുടെ ആക്സിഡന്റ് ആയി എന്തെങ്കിലും ഡിസീസസ് ഒക്കെ വന്ന് അവർക്ക് വീട്ടിലിരിക്കേണ്ട അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തൊഴിലുടമ തൊഴിലാളികൾക്ക് നൽകുന്ന ഒരു കാര്യമാണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. മിക്കപ്പോഴും ഗ്രാറ്റുവിറ്റി എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതിന്റെ ഇയർ താഴേക്ക് വരുന്നുണ്ട്, ഇയർ ചോദിക്കാറുണ്ട്. ദെൻ അതേപോലെ തന്നെ ഇവിടെ it is payable to an employee on his superannuation or on his retirement or on his death or disablement എന്താണ് due to accident or diseases. ഓക്കെ, അത് എംപ്ലോയിക്ക് പേബിൾ ആകുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൊണ്ടാണ് പേബിൾ ആകുന്നതെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. The Payment of Gratuity Act പറയുന്നത് 1972 is applicable to the establishments in the whole nations. രാജ്യത്ത് മൊത്തം ഇതിന്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നുണ്ട്. പിന്നെ ഇവിടെ പ്രധാനമായിട്ടും പറയുന്നു provides for schemes of compulsory payment of gratuity by the management of railways, factories, oil fields, mines, plantations, shops and other establishments employing 10 or more person to their employee during drawing monthly wages not exceeding 1,600. അതായത് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു എല്ലാ കമ്പനികളിലും എല്ലാ സ്ഥാപനത്തിലും ഗ്രാറ്റുവിറ്റി കൊടുക്കണമെന്ന് പറയുന്നില്ല. പിന്നെ അവിടെ പറയുന്ന ഒരു റെസ്ട്രിക്ഷൻ എന്താണ്, ഏത് കമ്പനികൾക്കാ കൊടുക്കണമെന്ന് പറയുന്നത്? എന്തെങ്കിലും നിബന്ധന പറയുന്നുണ്ടോ? എന്തെങ്കിലും നിബന്ധന പറയുന്നുണ്ടോ? 10 or more person വർക്ക് ചെയ്യുന്ന ഇടങ്ങളിലാണ് ഗ്രാറ്റുവിറ്റി അവിടെ നിയമപരമായിട്ട് അവർക്ക് കൊടുക്കേണ്ടത് ഒരു അവകാശമാണ് അല്ലെ, അവിടെ എംപ്ലോയിക്ക് ലഭ്യമാകുന്ന ഒരു കാര്യമാണ്.
ഓക്കെ, അപ്പൊ കുഞ്ഞിതാണെങ്കിലും അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. 1972 കാര്യം ഓർത്തിരിക്കുക. പിന്നെ അവിടെ 10 പേഴ്സൺസ് ഉണ്ടെങ്കിലാണത് ലഭ്യമാകുന്നത് ഓർത്തിരിക്കുക. എന്താണ് 15 days ഓഫ് വേജസ്, അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് 20 months വേജസ് അല്ലെ. ഇവിടെ മാക്സിമം എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി പേയബിൾ ഓഫ് ആൻ എംപ്ലോയി ഷാൽ നോട്ട് എക്സീഡ് 20 months വേജസ്. ഒരിക്കലും 20 മാസത്തെ ഇതിനേക്കാളും കൂടാനായിട്ട് പാടില്ല എന്നുള്ളതും റെസ്ട്രിക്ഷനിൽ പറയുന്നുണ്ട്. നമുക്കറിയാം സ്റ്റാർട്ടിങ്ങിൽ ഒരു ജോലിക്ക് പ്രവേശിക്കുമ്പോൾ വളരെ തുച്ഛമായിട്ടുള്ള സേവനമൊക്കെ ആയിരിക്കും. പക്ഷെ എൻഡിങ് ഒക്കെ ആകുമ്പോഴേക്കും അവരുടെ സാലറി കൂട്ടിയിട്ടുണ്ടാവും, സാധ്യതയില്ലേ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴും ഒരിക്കലും 20 മാസത്തിനേക്കാളും വേജസ് കൂടാൻ പാടില്ല അല്ലെ. അങ്ങനെ ഒരു നിബന്ധന കൂടി ഇന്നത്തെ പറയുന്നുണ്ട്. പിന്നെ അവിടെ പറയുന്നുണ്ട് 15 days of every completed years of service or part of their of the excess of 6 months അല്ലെ. അവിടെ ആക്ച്വലി പറയുന്നുണ്ട് അതിന്റെ റേറ്റ് 15 ദിവസത്തെ വേതനം അല്ലെ. എവരി കംപ്ലീറ്റഡ് ഇയേഴ്സ്, ഓരോ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഇയേഴ്സിന്റെ 15 ദിവസത്തെ കാര്യമാണ് അവിടെ പറയുന്നത്. അത് 6 months വരെ. എന്നാൽ എന്താണ് 20 monthsന്റെ വേജിനേക്കാളും കൂടുതലാവാനായിട്ട് പാടുമില്ല എന്നുള്ളതാണ് ഇവിടെ ഗ്രാറ്റുവിറ്റി എന്നുള്ള അതിന്റെ നിബന്ധനയിൽ പറയുന്നത്. അപ്പൊ ഗ്രാറ്റുവിറ്റി എന്നാണ് ഫോം ചെയ്തിരിക്കുന്നത് എന്നുള്ളത്, എന്നാണത് ആക്ട് വന്നിരിക്കുന്നത് 1973. അതില് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 5 വർഷമെങ്കിലും ആ എംപ്ലോയറുടെ കീഴിൽ വർക്ക് ചെയ്തിരിക്കുന്നതായിരിക്കണം. വീണ്ടും പറയുന്നുണ്ട് 10 or more persons വർക്ക് ചെയ്യുന്ന എല്ലാ കമ്പനികളിലും ഗ്രാറ്റുവിറ്റി നിയമം അതനുസരിച്ചിട്ടുള്ള ഗുണങ്ങളെല്ലാം എംപ്ലോയീസിന് അർഹതപ്പെടുന്നതാണ്. പിന്നെന്താണ് അവിടെ ഉള്ള എമൗണ്ടുകളിലെ വേരിയേഷൻസ് ഒന്നും നിങ്ങൾ നോട്ട് ചെയ്യേണ്ട, കാരണം അവിടുത്തെ എമൗണ്ട് ഒക്കെ പഴയ കാലഘട്ടത്തിലെ എമൗണ്ട് ആണ് അല്ലെ. നമുക്കറിയാം ഇപ്പോ എന്ത് കാര്യമാണെങ്കിലും എല്ലാത്തിനും പോപ്പുലറൈസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു റിസ്ക് ഒന്നും നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരില്ല. നമ്മൾ ഗ്രാറ്റുവിറ്റി കാണണം, അതല്ലെങ്കിൽ PF കാണണം എന്നൊക്കെ പറഞ്ഞാൽ ഏതൊരു കമ്പനി ചെന്നാലും അവർക്ക് അവരുടേതായ ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്ത് പോകുന്നത് അല്ലെ. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ അത് അപ്ലൈ ചെയ്ത് പോകും. അതെടുത്ത് നമ്മൾ അത് ചെയ്യേണ്ടത് എന്തായാലും ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. ആ പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ട് എപ്പോഴും ഫോളോ ചെയ്തു. ഒരാൾക്ക് ഇതും മറ്റൊരാൾക്ക് ഇതല്ല. അവരുടെ ഇയറും അവരുടെ വേജസ് ഒക്കെ അനുസരിച്ചിട്ട് ആ ഒരു ഫോർമുലകളിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് എമൗണ്ട്സ് വേരിയേഷൻസ് അനുസരിച്ചിട്ട് നിങ്ങൾ ബോധേഡ് ആവേണ്ട ആവശ്യമില്ല. പക്ഷെ ആക്ടിവിറ്റി എന്താണെന്നും അത് എന്ത് ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തതെന്നും ഉള്ള കാര്യമൊക്കെ ഫസ്റ്റ് ആയിട്ട് നോട്ട് ചെയ്തിരിക്കും. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. അങ്ങനെ ഓരോന്നും ഇത് പറയുന്നത് കാരണം ഇതൊക്കെ ചെറിയ ചെറിയ പോയിന്റ്സുകളൊക്കെ ചിലപ്പം ചോദിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. അവിടെ 10 or more persons ഒക്കെ ഉള്ള ഫാക്ടറീസ് ആണെങ്കിലും ഓയിൽ ഫീൽഡ്സ് ആണെങ്കിലും മൈൻസ് ആണെങ്കിലും പ്ലാന്റേഷൻസ് ആണ് അല്ലെ. സ്വന്തം തൊഴിലാളികളിൽ വർക്ക് ചെയ്യുന്നത്, ഫാക്ടറികളിലെ ഓയിൽ ഫീൽഡ്സുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ 10 or more persons വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗ്രാറ്റുവിറ്റിക്ക് അർഹതപ്പെടുന്നതാണ്. എന്താണ് ഗ്രാറ്റുവിറ്റി എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക അല്ലെ. അവരുടെ 5 വർഷത്തിൽ കൂടുതൽ ഒരു എംപ്ലോയറുടെ തൊഴിലുടമയുടെ കീഴിൽ വർക്ക് ചെയ്യുമ്പോഴാണ് അവർ പിരിഞ്ഞു പോകുമ്പോൾ റിട്ടയർമെന്റിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസീസസ് വന്ന് അല്ലെങ്കിൽ വോളണ്ടറി എടുത്തേക്ക് പോകുമ്പോൾ തൊഴിലുടമയുടെ കീഴിൽ ഇത്രയും നാൾ വർക്ക് ചെയ്തതാണല്ലോ എന്നുള്ള ബേസിൽ അവർക്ക് ലഭ്യമാക്കുന്ന ഒരു പാരിതോഷികമാണ് അല്ലെങ്കിൽ ലഭ്യമാക്കുന്ന ഒരു ലക്ഷം എമൗണ്ട് ആണ്. ഓക്കെ, ജസ്റ്റ് വായിച്ച് നോക്കാം.
നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. മെഡിക്കൽ ബെനിഫിറ്റ് അല്ലേ? അടുത്ത ഭാഗത്തേക്ക് പോവാലോ. മെഡിക്കൽ ബെനിഫിറ്റ്സ്. Okay, medical benefits noga. This benefits is provided by some large organizations to their retired employees and their family members. Medical benefits are വലിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ റിട്ടയർഡ് employees family members ഒക്കെ പ്രദാനം ചെയ്യുന്നതാണ് മെഡിക്കൽ സർവീസ്. അവിടെ നിലവിൽ വർക്ക് ചെയ്യുമ്പോഴേ നമുക്കറിയാം മെഡിക്കൽ ആയിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാകുന്നുണ്ട് അല്ലെ. അതേമാതിരി തന്നെ മെഡിക്കൽ സർവീസ് ഫോർ എംപ്ലോയി ആർ പ്രൊവൈഡഡ് അണ്ടർ ദ employee state insurance scheme. ESIS അല്ലെ. അവിടെ നമുക്കറിയാം മെഡിക്കൽ ആനുകൂല്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻഷുറൻസ് സ്കീം വഴിയാണ് അവര് മെമ്പർഷിപ്പ് ഒക്കെ ഉണ്ട് അല്ലെ. ആ ഒരു രീതിയിലാണ് അവർക്ക് ലഭ്യമാക്കുന്നത്. The Employees State Insurance Act 1948 has provisions for certain benefits to employees in case of sickness, employment injury, and maternity. Initially, the act has been made applicable to all non-seasonal factories. Okay, നമുക്കറിയാം ആക്ട് എന്നാണ് വന്നിരിക്കുന്നത് 1948 എന്താണ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട്. ഇയർ ഒക്കെ നമുക്ക് ചോദിക്കാം. ESIS എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമാണ്. ടൈമില്ലേ ESIS എന്ന് പറയുന്നത് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമാണ്. The State Insurance Act in 1948. എന്താണ് അവിടെ പറയുന്ന കാര്യങ്ങൾ? has provision for certain benefits to employees in case of sickness, employment injury, and maternity issues. Okay. നമുക്കറിയാം പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾക്ക് ഇതിൽ നിന്ന് അർഹതപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം അത് എന്താണ് കാരണം അല്ലെ. രോഗത്തിന് കാരണം എന്താണെന്ന് കണ്ടെത്തി അതിനനുസരിച്ചിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജ്. തന്നെ എംപ്ലോയ്മെന്റ് ഇൻഷുറി ആൻഡ് മെറ്റേണിറ്റി. അവർക്ക് എന്തെങ്കിലും മുറിവ് ഇൻഷുറികളൊക്കെ സംഭവിക്കുന്നവർക്ക് ജോലിക്കിടയിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ജോലിക്കിടയിൽ പ്രൈവസി കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് മെറ്റേണിറ്റി ആയിട്ടുള്ള അർഹതപ്പെടുന്ന എമൗണ്ട് കിട്ടുന്നു. Initially, the act was being made applicable to all non-seasonal factories. Later, it was extended partially or wholly to any establishment or class of establishments. Okay, നമുക്കറിയാം അല്ലെ. എല്ലാ തരത്തിലുള്ള ഫാക്ടറികളിലും എല്ലാം എന്താണ് ഈ ആക്ടിന്റെ കീഴിൽ ഉള്ള അർഹതകൾ ലഭ്യമാകുന്നുണ്ട്. നമുക്കറിയാം ESIയിലെ ഹോസ്പിറ്റലുകളൊക്കെ സെപ്പറേറ്റ് അല്ലെ. ആ ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്താൽ മാത്രമാണ് അവർക്ക് അതുമായി ബന്ധപ്പെട്ട അർഹതപ്പെട്ട മോഡൽ കൈപ്പറ്റാൻ സാധിക്കുള്ളൂ. ശരിയാണോ? ആണോ? എല്ലാ ഹോസ്പിറ്റലൊക്കെ എടുക്കുമോ? അപ്പൊ അതാണ് ഇവിടെ എടുത്തു പറയുന്നത്. അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലെ. ഇവിടെ തീർച്ചയായിട്ടും പറയുന്നത് however members of the armed force and any person whose salary in the aggregate exceeds 500 a month are not covered under this act. അല്ലെ. ഇവിടെ ഇത്രയൊക്കെയാണ് സാലറി ആണെങ്കിലും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ചില ഇതുകളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അതിന് അർഹതപ്പെടാനായിട്ടുള്ള സാധ്യതയില്ല. എന്നാൽ കുറച്ച് ഇതിനൊക്കെ ആണെങ്കിൽ മികക്കായിട്ടുള്ള കൺവെൻഷൻ പാക്കേജുകളൊക്കെ ലഭ്യമാകുന്നുമുണ്ട്. നോക്കാം. under this act those insured under the scheme are entitled to receive medical aid benefit in case of disablement, sickness and maternity. സാധാരണയായിട്ട് നമുക്കറിയാം എന്തെങ്കിലും അംഗവൈകല്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെലിവറി സംബന്ധമായ കാര്യങ്ങൾ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആനുകൂല്യങ്ങൾ മെഡിക്കൽ ആയിട്ടുള്ള ഫെസിലിറ്റീസുമായി ബന്ധപ്പെട്ട ആനുകൂല്യം ലഭ്യമാകുന്നത്. These benefits establish a lifelong relationship between the organization and its employee, extending even up to the post-retirement phase of life. നമ്മളിപ്പോ ജോലിയിലായിരിക്കുമ്പോൾ നമുക്ക് അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് എക്സ്പെൻസ് നമുക്ക് മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ജോലി ചെയ്ത ഒരു സ്ഥാപനത്തിന് നല്ല ഒരു സപ്പോർട്ടീവ് ആയിട്ട് ഫിനാൻഷ്യലി നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ട് ചിലപ്പോഴെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻഷുറൻസിനൊക്കെ എന്തെങ്കിലും കഴിയുമ്പോഴും കൂടിയിട്ടും അവരും കൂടി പിൻബലത്തോടു കൂടിയിട്ടായിരിക്കും നമുക്കറിയാം കമ്പനികൾ ഇത് നടപ്പാക്കി പോകുന്നത്. എനിവേ അത് ലഭ്യമാകുമ്പോഴും തീർച്ചയായിട്ടും എന്താണ് അവർക്കെല്ലാം ഹാപ്പിയാവും അല്ലെ. ഇപ്പൊ അതൊരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എംപ്ലോയീസിന് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ലഭ്യമാക്കാത്തക്ക രീതിയിലുള്ള ഒരു ആനുകൂല്യമാണ് മെഡിക്കൽ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും മെഡിക്കലായിട്ട് എന്തെങ്കിലും
എക്സ്പെൻസ് അത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തൊഴിലുടമ ഇങ്ങനെ ഒരു സ്കീമും അല്ലെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റി അവസരം ലഭ്യമാക്കുന്നത്. ഓക്കെ, അതനുസരിച്ചിട്ട് നമുക്കറിയാം അസുഖങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ അംഗവൈകല്യം എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ ഡെലിവറി അല്ലെ പ്രസവ ചികിത്സ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ ആനുകൂല്യങ്ങൾ എംപ്ലോയീസിന് നേടിയെടുക്കാൻ പറ്റുന്നുണ്ട്. ക്ലിയറോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം. അപ്പൊ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കാം. മെഡിക്കൽ ബെനിഫിറ്റ്സ് അതുവരെയൊക്കെ നോക്കാം നമുക്ക്. കാരണം പെൻഷൻ ബെനിഫിറ്റ്സ് തുടങ്ങി അടുത്തൊരു വേറൊരു ഭാഗമാണ് ആ ഒരു ലൈഫ് ഇൻഷുറൻസ് ബെനിഫിറ്റ്സ്, വിഡ്രോവൽ ബെനിഫിറ്റ്സ്. പെൻഷൻ ബെനിഫിറ്റ്സിന്റെ അണ്ടറിലാണ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്, ഫാമിലി പെൻഷൻസ്, ലൈഫ് ഇൻഷുറൻസ് ബെനിഫിറ്റ്സ്, വിഡ്രോവൽ ബെനിഫിറ്റ്സ്, അങ്ങനെ 4 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? ഗ്രാറ്റുവിറ്റി ആണെങ്കിലും ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആണെങ്കിലും എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആണെങ്കിലും അതെല്ലാം ഓൾഡ് ഏജ് ആൻഡ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സിന്റെ പെടുന്നു. ഓക്കെ, എങ്ങനെ ഡൗട്ടുകളുണ്ടോ? ഞാൻ കമ്പ്യൂട്ടർ ആക്കിയിട്ടുണ്ട്. എങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണോ? വായിച്ച് തന്നെ വരാനൊക്കെ ശ്രമിക്കാം നെക്സ്റ്റ് ക്ലാസ്സിൽ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.